ഹലോ അയ്യോ വെള്ളം ചാടാ ചാടി നീ എങ്ങോട്ടടി പോകുന്നേ? പാറ്റ അല്ല ടാറ്റ. Tepi Camel. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ ഇന്നിവിടെ ഉള്ളത് മെറൈൽ വാട്ടർ തീം പാർക്ക് ദോഹയിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. 150 റിയാലേ ഉള്ളൂ പെർ പേഴ്സൺ. നോർമലി ഇവിടെ 350 റിയാൽ വെച്ചാണ് അവർ ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ ഒരു കുറവുണ്ട്. പിന്നെന്താ, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഭയങ്കര ചൂടാവും, പിന്നെ ഇവിടെ ഒന്ന് കളിക്കാൻ പറ്റത്തില്ല. സെയിം ഞങ്ങളുടെ എല്ലാ ഗ്യാങ്ങും ഉണ്ട്. അന്ന് ഞങ്ങളുടെ കൂടെ വന്ന അത് തന്നെ സഫാരിക്ക് ഉണ്ടായിരുന്ന എല്ലാ ടീമുകളും ഇപ്പോഴും ഉണ്ട്. ഇത് ഞങ്ങള് വെർട്ടിക്കലായിട്ട് എടുക്കത്തുള്ളൂ കേട്ടോ, കണ്ടിട്ട് അല്ല വെർട്ടിക്കലായിട്ട് വീഡിയോ എടുക്കുള്ളൂ. ഹൊറിസോണ്ടലായിട്ട് എടുത്ത ഒരു ഭംഗി കാണാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്തോ. ഇതായിരിക്കും ഭംഗി റൈഡിലൊക്കെ പോകുമ്പോ. എല്ലാരും ടിക്കറ്റ് ഞങ്ങൾ അകത്ത് കയറി, എനിക്ക് ലേറ്റ് ആയി പോയി. അത് ഞങ്ങൾ ഇന്നലെ തേഴ്സ്ഡേ നൈറ്റ് കിടന്നപ്പോൾ ലേറ്റ് ആയി പോയി. അപ്പൊ ഞങ്ങള് 11 മണിക്ക് ഇവിടെ എത്തണം എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11:10 സോ ഞങ്ങൾ ഇറങ്ങി ഇവിടെ 12 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഞങ്ങൾ അകത്ത് കയറി ഇവിടെ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുക. ടിക്കറ്റ് എടുക്കുന്നിടത്ത് ക്യൂ ആണിത്. നിറച്ച് പിള്ളേരാ, പ്രായമായി ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അതെ, അപ്പൊ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. ഒരു ഹായ് പറഞ്ഞു. സുചിത്ര ഒരു ഹായ് പറഞ്ഞു. അപ്പോ ഗൈസ് ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവാണ്. നമുക്ക് ബാൻഡ് കിട്ടി. ഇനി നമ്മൾ ലോക്കറിൽ പോയി ചിലർക്ക് ഡ്രസ്, ഞങ്ങൾ ഡ്രസ് ഇട്ടോണ്ടോ വന്നേ? ഇല്ല, എല്ലാവരും ഡ്രസ് ഇട്ടോണ്ടോ വന്നേ. റൈഡിൽ ഇടാനുള്ള ഡ്രസ് ഇടാനായിട്ട് മാറിയിട്ട് ലോക്കറിൽ സാധനം വെച്ചിട്ട് നമ്മൾ പോകും. ഷിപ്പിയുടെ എൻട്രിയാണ് ഈ കാണുന്നത്. മാസ് എൻട്രി എല്ലാം നടക്കും. ഇപ്പി താങ്ക് യു. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറി ഗൈസ്. നമ്മൾ ഉള്ളില് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനം ഞങ്ങള് വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ്, 99 റിയാലാണ്. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. നല്ല കൊപ്പൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടാ വന്നേ. അപ്പോൾ 2 പേർക്ക് ഡ്രസ്സ് മാറാനുണ്ട്. അപ്പോൾ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഡ്രസ്സ് ലോക്കറിലോക്ക്. ഇപ്പൊ ടൈം എത്രയും? സമയം ഏകദേശം ഒരു 12:15 ഉണ്ടാവും. 12:30 കൊണ്ടായി. 12 മണി കഴിഞ്ഞായിരുന്നു. ഞങ്ങളപ്പം കയറിയിട്ട് 4 മണി വരെ ഉള്ളൂ. എല്ലാത്തിലും കയറാൻ പറ്റുമോ അറിയില്ല. കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പോയി നോക്കണം. എല്ലാത്തിലും കയറാൻ പറ്റി കഴിഞ്ഞാൽ മാക്സിമം എല്ലാത്തിലും കയറാൻ ഞങ്ങൾ നോക്കും. ചെരുപ്പ് ഊരിയോ നിങ്ങള്? ഇതെന്താ സംഭവം? അപ്പൊ നമ്മൾ അകത്ത് വന്നു കേട്ടോ. അപ്പൊ നമ്മള് അകത്ത് കയറിയിട്ടുണ്ട്. അകത്തെ സുന്ദരമായ കാഴ്ചകൾ. ഞങ്ങളാരും ചെരുപ്പിട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് ബ്രിട്ടീഷ് നിർമ്മിതിയാണെന്ന് തോന്നുന്നു. മറ്റേ സിനിമ തന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഏകദേശം തീരുമാനമാവും തോന്നുന്നു. അപ്പോൾ ഗൈസ്
ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൈഡ്. ഈ റൈഡിന്റെ പേര് ജസ്റ്റ് ഫ്യൂവൽ. എന്താണ് പേരറിയില്ല. ഇത് ഹൈറ്റ് ലീപ്പ് ഓഫ് വെയിറ്റ്. അപ്പം ഇതിന് കുറച്ച് ഇതുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിന് ഹൈറ്റ് അറ്റ്ലീസ്റ്റ് 1.22 മീറ്റർ, അതായത് 48 ഇഞ്ചെങ്കിലും വേണം. വെയിറ്റ് മിനിമം 45 to 136 kg പറ്റത്തുള്ളൂ. പിന്നെ എന്തൊക്കെയോ കുറെ ഉണ്ട് നോർമൽ ആയിട്ടുള്ളത്. വേറെ എന്തോന്നാ ഞാൻ ഇപ്പോൾ വായിച്ചത്, ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മള് സിഗ്നൽ കാണിച്ചാൽ അവർ ഗോ ഓക്കെ ആവുള്ളൂ. ഭയങ്കര കാർക്കാണ് കേൾക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്, റൈഡിലേക്ക് പോവാണ്. ഇത് രണ്ടുപേര് തമ്മിൽ പോകുന്നതാണ്. ബൈ ബൈ, സീ യു. ആ വണ്ടി പോയിട്ടുണ്ട്. ഉമ്മയൊക്കെ തന്നിട്ടുണ്ട്, അവള് പോവാ എന്നെ ഇട്ടിട്ട്. കൈ പിടിച്ചോ അതല്ലേ പറ്റിച്ചേ. കറങ്ങി പോന്നു. അയ്യോ കരയണ്ട, പൊക്കോ ഞങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ ബൈ ബൈ. ഫോൺ പിടിപ്പിക്കണേ. ഓക്കെ അപ്പൊ ഞങ്ങളുടെ രണ്ടാമത്തെ റൈഡും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതെ, സിംഗിളായിട്ട്. അവിടെ ഞങ്ങൾക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞങ്ങളെ കപ്പിളായിട്ട് കയറ്റിയിട്ടില്ല. അടുത്ത് ഞങ്ങൾ പോകുന്ന റൈഡ് ഇതാ. ബാക്കി ഉണ്ടാവും അറിയില്ല, പക്ഷെ എല്ലാം പോകുന്നുണ്ട്. നല്ല രസമുണ്ട്. ഞങ്ങൾ ഇപ്പൊ കയറിയ സാധനം എങ്ങനെയൊക്കെ താഴെ എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടിലും ഇരുട്ടിന്റെ കുഴലും ഉണ്ട്, തുറന്നിരിക്കുന്ന കുഴലും ഉണ്ട്. തുറന്നാ നല്ലത്, ഇരുട്ടത്ത് പോയാൽ ശബ്ദിക്കാൻ പറ്റും. അത് പാർട്ടി സെറ്റപ്പാണ്, അകത്ത് പാട്ടും കുത്തുമ്പകളും. അതെനിക്ക് ഇഷ്ടമായില്ല, അതെനിക്ക് ശബ്ദിക്കാൻ വന്നോട്ടില്ല. പിന്നെ നിനക്ക് അവിടെ ചായക്കട തുറന്നു വെക്കാമല്ലോ, വെള്ളം നാരങ്ങ വെള്ളം കുടിക്കാൻ. ഇന്ന് എല്ലാരും പറയുന്നു കേറിയില്ല. Water is not there behind this lens. Wide angle. പിടിച്ചിട്ടില്ല. This one is it. ഈ കാണുന്നത് ഹായ്. ഞങ്ങൾ റൈഡൊക്കെ കയറി, എനിക്ക് ഛർദ്ദിക്കാൻ വരുമോ എല്ലായിടത്തും കിടന്ന് കുടല് പറഞ്ഞിട്ട്. ഇപ്പൊ ഏറ്റവും കുടല് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ആവും എന്റെ കുടലിപ്പം. ആ സാധനത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുപോലെ ആവും എന്റെ കുടല്. എനിക്ക് ഇപ്പൊ തന്നെ കുടല് ഓക്കെ. എന്തായാലും ഇത് കൊള്ളാം, അടിപൊളി സെറ്റപ്പാണ്, സൂപ്പർ.
വേവ് പൂളാട്ടോ ഇത്. ഇത് പക്ഷേ ഞങ്ങള് പിന്നെ ഇതുപോലാവും ഇപ്പൊ എന്റെ കുഴല് കുഴല് ബയോളജി ടീച്ചറാ. ഇതാണ് എന്റെ കുടല് ചുരുങ്ങാൻ പോകുന്ന സാധനം. ഇതുപോലാവും നമ്മുടെ ഇൻഡസ്ട്രി. ഒരു ടീം പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങള് 3 പേർക്ക് ഒരു റൈഡിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവര് 3 ഞങ്ങൾ 3 കൂടെ പോകാനുള്ള പ്ലാനാണ്. ചിപ്പി ആ വണ്ടിക്ക് കയറി പോകുന്നുണ്ട്. ബൈ ബൈ. പിടിച്ചിരുന്നോ ചിപ്പി? കണ്ണൊന്നും അടയ്ക്കണ്ട. ഇവിടെ മോന്തേക്ക് ഇരിക്കുന്നുണ്ടോ ചിപ്പി? കണ്ണൊന്നും അടയ്ക്കണ്ട, പതിയെ പോയാൽ മതി. എടി അവിടെ പേടിക്കാനൊന്നും ഇല്ലടി, എളുപ്പമടി. സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ആണാണ് അവര് പോകുന്നുണ്ട്. സുജിത് ബ്രോ വേറെ നമ്മളങ്ങനെ പല പല റൈഡുകളും കഴിഞ്ഞ് വേറെ ഏതൊക്കെ റൈഡുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മള് നെക്സ്റ്റ് റൈഡ്, ഇവിടുത്തെ മെയിൻ റൈഡിൽ പോകാനായിട്ട് ബഗ്ഗില് പൊക്കോണ്ടിരിക്കട്ടെ. ഒരു ബഗ്ഗി റൈഡാണ്. എല്ലാരെയും കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ അടുത്ത പോകാൻ പോകുന്ന റൈഡ്. അതിനുള്ളതാണ് ഈ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതെനിക്ക് അറിയത്തില്ല ഞാനിത് ചെയ്യുമെന്ന്. ഞാൻ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്. നല്ല രസമുണ്ട് കാണാൻ. കുടലൊക്കെ മറിഞ്ഞ് കിടക്കുന്നവരുണ്ട്. ഇവിടെ വന്നാൽ ഇതിലെ 3-4 റൈഡ് ഓരോ ഫ്ലോറിലായിട്ട്. അപ്പം ഞങ്ങൾ ആദ്യം സെക്കൻഡ് ഫ്ലോറിൽ കപ്പിലായിട്ട് പോകുന്ന റൈഡ് പോകും. അത് കഴിഞ്ഞ് 3rd ഫ്ലോറിലോ 4th ഫ്ലോറിലോ 3 പേർക്ക് വെച്ച് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതുണ്ട്. അത് ഒരാൾക്കേ പോകാൻ പറ്റില്ല. അത് ആരും പോകണ്ടാവും. ഞാൻ ഒട്ടും പോയില്ല, എനിക്ക് പേടിയാണ്. ഓൾറെഡി എനിക്ക് വയ്യ. ഇനി ഓൾറെഡി 3:10 ആയി. ഇനി ഒരു മണിക്കൂർ മാക്സിമം. Guys, നമ്മൾ ചാവാൻ പോവുകയാണ്. Yeah, we are nicely enjoying it. This is a 4x4. Oi. ചിപ്പി ഒരു ടാറ്റ പറഞ്ഞില്ലേ? അപ്പൊ ടാറ്റ ബൈ ബൈ, പോയിട്ട് വരും. അപ്പോൾ ഗൈസ് നമ്മുടെ റൈഡുകളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചത്ത കിടക്കുന്നു, വയ്യ, പടമായിപ്പോയി. വാള് വെച്ച് ഒരു പെട്ടി മുഴുവൻ നിറച്ച് വെച്ചിട്ടുണ്ട്. 2.5 തലയിലൊക്കെ വാള് വെച്ച്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, ഞങ്ങളൊന്ന് മുങ്ങി പൊങ്ങിട്ട് നിങ്ങളും കൂടെ പോലെ ചാടാ ചാടി. ജോണി നീന്തുന്നതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന അണ്ടർ വാട്ടർ സ്വിമ്മിങ്. റെഡിയാണോ കളി? Come on, 1 2 3 go. ഞാൻ മുട്ടിൽ നിന്റെ കര അങ്ങോട്ടാ. സക്സസ്ഫുൾ. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. എല്ലാം കഴിഞ്ഞു, നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങള് അവിടെ നിന്ന് ഇപ്പൊ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു, ഇപ്പൊ സമയം വലുതായിട്ടില്ല, 6 മണി കഴിഞ്ഞു, 6:30 ഞങ്ങള് ചെറിയൊരു സ്നാക്സ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അവരുടെ ശ്രേയയുടെ ഒക്കെ വീട്ടിൽ പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഡിന്നർ കഴിക്കാനല്ലേ പുറത്തോളം. എന്തിനാണ് നീ വെയിറ്റ് ചെയ്യുന്നത്?